ഇന്ന് ദിവസം 125. ഇന്ന് വായിക്കുന്ന തിരുവചന ഭാഗങ്ങൾ 2 സാമുവൽ അധ്യായം 6ഉം 7ഉം, 1 ദിനവൃത്താന്തം അധ്യായം 9, സങ്കീർത്തനങ്ങൾ 89. 2 സാമുവലിൻ്റെ പുസ്തകത്തിൽ നിന്ന് അധ്യായം 6. കർത്താവിൻ്റെ പേടകം. ദാവീദ് വീണ്ടും ഇസ്രായേലിലെ സമർത്ഥരായ 30,000 യോദ്ധാക്കളെ ഒരുമിച്ച് കൂട്ടി. അവൻ അവരോടൊപ്പമുള്ള സകല ജനത്തോടും കൂടി കെരൂബുകൾക്കിടയിൽ സിംഹാസനസ്ഥനായിരിക്കുന്ന സൈന്യങ്ങളുടെ കർത്താവിൻ്റെ നാമം ധരിക്കുന്ന ദൈവത്തിൻ്റെ പേടകം ബാലേയൂദായിൽ നിന്ന് കൊണ്ടുവരുന്നതിന് പുറപ്പെട്ടു. അവർ ദൈവത്തിൻ്റെ പേടകം ഒരു പുതിയ കാളവണ്ടിയിൽ കയറ്റി മലയിലുള്ള അബിനാദാബിൻ്റെ വീട്ടിൽ കൊണ്ടുവന്നു. അബിനാദാബിൻ്റെ പുത്രന്മാരായ ഉസ്സായും അഹിയോയുമാണ് ദൈവത്തിൻ്റെ പേടകമിരുന്ന വണ്ടി തെളിച്ചത്. അഹിയോ പേടകത്തിന് മുൻപേ നടന്നു. ദാവീദും ഇസ്രായേൽ ഭവനവും സന്തോഷത്തോടും സർവശക്തിയോടും കൂടെ കിന്നരം, വീണ, ചെണ്ട, മുരജം, കൈത്താവളം എന്നിവ ഉപയോഗിച്ച് കർത്താവിൻ്റെ മുൻപിൽ പാട്ടുപാടി നൃത്തം ചെയ്തു. അവർ നാക്കോത്തിൻ്റെ മെതിക്കളത്തിലെത്തിയപ്പോൾ കാള വിരണ്ടതുകൊണ്ട് ഉസ്സ കൈനീട്ടി ദൈവത്തിൻ്റെ പേടകത്തെ പിടിച്ചു. കർത്താവിൻ്റെ കോപം ഉസ്സായ്ക്കെതിരെ ജ്വലിച്ചു. അനാദരമായ പേടകത്തിന് നേരെ കൈനീട്ടിയതുകൊണ്ട് ദൈവം അവനെ കൊന്നുകളഞ്ഞു. അവൻ ദൈവത്തിൻ്റെ പേടകത്തിനരികെ മരിച്ചു വീണു. കർത്താവ് ക്രുദ്ധനായി ഉസ്സായെ കൊന്നത് നിമിത്തം ദാവീദ് കോപിച്ചു. ആ സ്ഥലത്തിന് ഇന്നുവരെ പേരസ് ഉസ്സ എന്ന് പേർ വിളിക്കുന്നു. അന്ന് ദാവീദിന് കർത്താവിനോട് ഭയം തോന്നി. കർത്താവിൻ്റെ പേടകം എൻ്റെ അടുത്ത് കൊണ്ടുവന്നാൽ എന്ത് സംഭവിക്കുമെന്ന് അവൻ ചിന്തിച്ചു. പേടകം ദാവീദിൻ്റെ നഗരത്തിലേക്ക് കൊണ്ടുവരാൻ അവന് മനസ്സ് വന്നില്ല. ദാവീദ് അത് ഹിത്യനായ ഓബദ് ഏദോമിൻ്റെ വീട്ടിൽ സ്ഥാപിച്ചു. കർത്താവിൻ്റെ പേടകം അവിടെ 3 മാസം ഇരുന്നു. കർത്താവ് ഓബദ് ഏദോമിനെയും കുടുംബത്തെയും അനുഗ്രഹിച്ചു. ദൈവത്തിൻ്റെ പേടക നിമിത്തം കർത്താവ് ഓബദ് ഏദോമിൻ്റെ കുടുംബത്തെയും അവനുള്ള സകലത്തെയും അനുഗ്രഹിച്ചു എന്ന് ദാവീദ് അറിഞ്ഞു. അതുകൊണ്ട് ദാവീദ് ദൈവത്തിൻ്റെ പേടകം അവിടെ നിന്ന് ദാവീദിൻ്റെ നഗരത്തിലേക്ക് സന്തോഷപൂർവ്വം കൊണ്ടുവന്നു. കർത്താവിൻ്റെ പേടകം വഹിച്ചിരുന്നവർ 6 ചുവട് നടന്നപ്പോൾ അവനൊരു കാളയെയും തടിച്ച കിടാവിനെയും ബലി കഴിച്ചു. ദാവീദ് കർത്താവിൻ്റെ മുൻപാകെ സർവശക്തിയോടും കൂടി നൃത്തം ചെയ്തു. ചണനൂൽ കൊണ്ടുള്ള ഒരു അരക്കച്ച മാത്രമേ അവൻ ധരിച്ചിരുന്നുള്ളൂ. അങ്ങനെ ദാവീദും ഇസ്രായേൽ ഭവനവും ആർപ്പു വിളിച്ചും കാഹളം മുഴക്കിയും കർത്താവിൻ്റെ പേടകം കൊണ്ടുവന്നു. കർത്താവിൻ്റെ പേടകം ദാവീദിൻ്റെ നഗരത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ സാവൂളിൻ്റെ മകൾ മീഖാൽ ജനലിൽ കൂടി നോക്കി. ദാവീദ് രാജാവ് കർത്താവിൻ്റെ മുൻപിൽ തുള്ളിച്ചാടി നൃത്തം വയ്ക്കുന്നത് കണ്ടു. അവൾക്ക് നിന്ന തോന്നി. അവർ കർത്താവിൻ്റെ പേടകം കൊണ്ടുവന്ന് ദാവീദ് പ്രത്യേകം നിർമ്മിച്ചിരുന്ന കൂടാരത്തിനുള്ളിൽ അതിൻ്റെ സ്ഥാനത്ത് പ്രതിഷ്ഠിച്ചു. ദാവീദ് കർത്താവിൻ്റെ മുൻപിൽ ദഹനബലികളും സമാധാന ബലികളും അർപ്പിച്ചു. അർപ്പണം കഴിഞ്ഞപ്പോൾ ദാവീദ് സൈന്യങ്ങളുടെ കർത്താവിൻ്റെ നാമത്തിൽ ജനങ്ങളെ അനുഗ്രഹിച്ചു. സ്ത്രീ പുരുഷ ഭേദമന്യേ ഇസ്രായേൽ സമൂഹത്തിന് മുഴുവൻ ആളൊന്നിന് ഒരപ്പവും 1 കഷ്ണം മാംസവും 1 മുന്തിരിയടയും വീതം വിതരണം ചെയ്തു. പിന്നെ ജനം വീട്ടിലേക്ക് മടങ്ങി. തൻ്റെ കുടുംബത്തെ അനുഗ്രഹിക്കാൻ ദാവീദ് മടങ്ങിച്ചെന്നു. സാവൂളിൻ്റെ മകൾ മീഖാൽ ഇറങ്ങി വന്ന് അവനോട് പറഞ്ഞു, ഇസ്രായേലിൻ്റെ രാജാവ് ഇന്ന് തന്നെ ഏറെ പ്രശസ്തനാക്കിയിരിക്കുന്നു. തൻ്റെ ദാസന്മാരുടെ സ്ത്രീകളുടെ മുൻപിൽ ആഭാസനെ പോലെ നിർലജ്ജമോൻ നഗ്നത പ്രദർശിപ്പിച്ചില്ലേ? ദാവീദ് മിഖാലിനോട് പറഞ്ഞു, നിന്റെ പിതാവിനും കുടുംബത്തിനും മേൽ കർത്താവിൻ്റെ ജനമായ ഇസ്രായേലിനെ രാജാവായി നിയമിക്കുന്നതിന് എന്നെ തിരഞ്ഞെടുത്ത കർത്താവിൻ്റെ മുമ്പാകെയാണ് ഞാൻ നൃത്തം ചെയ്തത്. കർത്താവിൻ്റെ മുൻപിൽ ഞാൻ ആനന്ദ നൃത്തം ചെയ്യും. അതേ കർത്താവിൻ്റെ മഹത്വത്തിന് ഞാൻ നിന്റെ മുൻപിൽ ഇതിൽ കൂടുതൽ അധിക്ഷേപാർഹനും നിന്ദ്യനുമാകും. എന്നാൽ നീ പറഞ്ഞ ആ പെൺകുട്ടികൾ ഇത് നിമിത്തം എന്നെ ബഹുമാനിക്കും. സാവൂളിൻ്റെ പുത്രി മീഖാൽ മരണം വരെയും സന്താനരഹിതയായിരുന്നു. 2 സാമുവൽ അധ്യായം 7. നാഥാൻ്റെ പ്രവചനം. രാജാവ് കൊട്ടാരത്തിൽ വസിക്കുകയും ചുറ്റുമുള്ള ശത്രുക്കളിൽ നിന്ന് കർത്താവ് അവന് സ്വസ്ഥത നൽകുകയും ചെയ്തു. അപ്പോൾ അവൻ നാഥാൻ പ്രവാചകനോട് പറഞ്ഞു, നോക്കൂ, ദേവദാരു കൊണ്ടുള്ള കൊട്ടാരത്തിൽ ഞാൻ വസിക്കുന്നു. ദൈവത്തിൻ്റെ പേടകമോ കൂടാരത്തിലിരിക്കുന്നു. നാഥാൻ പ്രതിവചിച്ചു, യുക്തം പോലെ ചെയ്തു കൊള്ളുക. കർത്താവ് നിന്നോട് കൂടെയുണ്ട്. എന്നാൽ ആ രാത്രി കർത്താവ് നാഥാനോട് അരുളി ചെയ്തു, എൻ്റെ ദാസനായ ദാവീദിനോട് പറയുക, കർത്താവ് അരുളി ചെയ്യുന്നു, എനിക്ക് വസിക്കാൻ നീ ആലയം പണിയുമോ? ഇസ്രായേൽ ജനത്തെ ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്നത് മുതൽ ഇന്ന് വരെ ഞാൻ ഒരാലയത്തിലും വസിച്ചിട്ടില്ല. കൂടാരത്തിൽ വസിച്ചുകൊണ്ട് ഞാനും സഞ്ചരിക്കുകയായിരുന്നു.
ഇസ്രായേൽക്കാരോടുകൂടെ സഞ്ചരിക്കുന്നതിനിടയ്ക്ക് എവിടെ വച്ചെങ്കിലും എൻ്റെ ജനമായ ഇസ്രായേലിനെ നയിക്കാൻ ഞാൻ നിയമിച്ച നേതാക്കന്മാരിൽ ആരോടെങ്കിലും നിങ്ങൾ എനിക്ക് ദേവദാരു കൊണ്ട് ഒരു ആലയം പണിയാത്തതെന്ത് എന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ടോ? അതുകൊണ്ട് നീ ഇപ്പോൾ എൻ്റെ ദാസനായ ദാവീദിനോട് പറയണം, സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു, ആട്ടിടയനായിരുന്ന നിന്നെ മേച്ചിൽ സ്ഥലത്ത് നിന്നെടുത്ത് എൻ്റെ ജനമായ ഇസ്രായേലിനെ അധിപനായി ഞാൻ നിയമിച്ചു. നീ പോയിടത്തെല്ലാം ഞാൻ നിന്നോടുകൂടെ ഉണ്ടായിരുന്നു. നിന്റെ മുൻപിൽ നിന്റെ ശത്രുക്കളെയെല്ലാം ഞാൻ നശിപ്പിച്ചു. ഭൂമിയിലുള്ള മഹാത്മാക്കളെ പോലെ നിന്നെ ഞാൻ മഹാനാക്കും. എൻ്റെ ജനമായ ഇസ്രായേലിന് ഞാൻ ഒരു സ്ഥലം കൽപ്പിച്ചു കൊടുക്കും. അവർ ഇനിയും സുരക്ഷിതരായി സ്വന്തം സ്ഥലത്ത് പാർക്കേണ്ടതിന് ഞാൻ അവരെ നട്ടുപിടിപ്പിക്കും. എൻ്റെ ജനമായ ഇസ്രായേലിന് ഞാൻ ന്യായാധിപന്മാരെ നിയമിച്ചാക്കുന്നതിന് മുൻപുള്ള കാലത്തെ പോലെ ദുഷ്ടന്മാർ അവരെ ഇനി പീഡിപ്പിക്കുകയില്ല. ശത്രുക്കളിൽ നിന്ന് നിനക്ക് ഞാൻ ശാന്തി നൽകും. നിന്നെ ഒരു വംശമായി വളർത്തുമെന്നും കർത്താവ് അരുളി ചെയ്യുന്നു. ദിനങ്ങൾ തിറങ്ങഞ്ഞ് നീ പൂർവീകരോട് ചേരുമ്പോൾ നിന്റെ ഔരസപുത്രനെ ഞാൻ ഉയർത്തി അവൻ്റെ രാജ്യം സുസ്ഥിരമാക്കും. അവൻ എനിക്ക് ആലയം പണിയും. അവൻ്റെ രാജസിംഹാസനം ഞാൻ എന്നേക്കും സുസ്ഥിരപ്പെടുത്തും. ഞാൻ അവന് പിതാവും അവൻ എനിക്ക് പുത്രനുമായിരിക്കും. അവൻ തെറ്റ് ചെയ്യുമ്പോൾ മാനുഷികമായ ദണ്ഡും ചമ്മട്ടിയും ഉപയോഗിച്ച് ഞാൻ അവനെ ശിക്ഷിക്കും. എങ്കിലും നിന്റെ മുൻപിൽ നിന്ന് ഞാൻ തള്ളിക്കളഞ്ഞ സാവൂളിൽ നിന്നെന്ന പോലെ അവനിൽ നിന്ന് എൻ്റെ സ്ഥിരസ്നേഹം ഞാൻ പിൻവലിക്കുകയില്ല. നിന്റെ കുടുംബവും രാജ്യത്വവും എൻ്റെ മുൻപിൽ സ്ഥിരമായിരിക്കും. നിന്റെ സിംഹാസനം എന്നേക്കും നിലനിൽക്കും. ഈ വാക്കുകളും ദർശനവും നാഥാൻ ദാവീദിനെ അറിയിച്ചു. ദാവീദിൻ്റെ നന്ദി പ്രകാശനം. അപ്പോൾ ദാവീദ് രാജാവ് കൂടാരത്തിനകത്ത് ചെന്ന് കർത്താവിൻ്റെ സന്നിധിയിലിരുന്ന് പ്രാർത്ഥിച്ചു. ദൈവമായ കർത്താവേ, അങ്ങ് എന്നെ ഇത്രത്തോളം ഉയർത്താൻ ഞാനും എൻ്റെ കുടുംബവും എന്താകുന്നു? ദൈവമായ കർത്താവേ, ഇത് അങ്ങേക്ക് എത്ര നിസ്സാരം. വരുവാനുള്ള ദീർഘകാലത്തേക്ക് അങ്ങയുടെ ദാസൻ്റെ കുടുംബത്തെ വിദൂര ഭാവിയെക്കുറിച്ചും വരും തലമുറകളെക്കുറിച്ചും അങ്ങ് അരുളി ചെയ്തിരിക്കുന്നുവല്ലോ. ഇതിലധികമായ അടിയൻ അങ്ങയോട് എന്തു പറയാനാവും? ദൈവമായ കർത്താവേ, അങ്ങയുടെ ദാസനെ അങ്ങ് അറിയുന്നുവല്ലോ. അങ്ങയുടെ വാഗ്ദാനവും ഹിതവും അനുസരിച്ച് അങ്ങയുടെ ദാസനെ അറിയിക്കേണ്ടതിന് ഈ വൻകാര്യങ്ങളെല്ലാം അങ്ങ് നിറവേറ്റിയിരിക്കുന്നുവല്ലോ. ദൈവമായ കർത്താവ്, അങ്ങ് ഉന്നതനത്രേ, അങ്ങ് അതുല്യനാണ്. ഞങ്ങൾ കാതുകൊണ്ട് കേട്ടതനുസരിച്ച് അവിടുന്നല്ലാതെ വേറെ ദൈവമില്ല. അങ്ങയുടെ സ്വന്തം ജനമായിരിക്കേണ്ടതിന് അടിമത്തത്തിൽ നിന്ന് അങ്ങ് വീണ്ടെടുത്ത ഇസ്രായേലിനെ പോലെ മറ്റൊരു ജനമില്ല. അവർക്ക് വേണ്ടി അങ്ങ് നിർവഹിച്ച അത്ഭുതകരമായ മഹാകാര്യങ്ങൾ അങ്ങയുടെ കീർത്തി ലോകമെങ്ങും പരത്തിയിരിക്കുന്നു. അങ്ങയുടെ സ്വന്തം ജനമായിരിക്കേണ്ടത് ഈജിപ്തിൽ നിന്ന് അങ്ങ് സ്വതന്ത്രരാക്കിയ അവർ മുന്നേറിയപ്പോൾ മറ്റ് ജനതകളെയും അവരുടെ ദേവന്മാരെയും അങ്ങ് ഓടിച്ചു കളഞ്ഞല്ലോ. ഇസ്രായേൽ എന്നേക്കും അങ്ങയുടെ ജനമായിരിക്കേണ്ടതിന് അവരെ അങ്ങ് സ്ഥിരപ്പെടുത്തി. കർത്താവെ, അങ്ങ് അവർക്ക് ദൈവമായി തീർന്നു. ദൈവമായ കർത്താവെ, അങ്ങയുടെ ദാസനോടും കുടുംബത്തോടും അരുളി ചെയ്തിരിക്കുന്ന വചനം എന്നേക്കും സ്ഥിരപ്പെടുത്തി അങ്ങയുടെ വാക്ക് നിവർത്തിക്കണമേ. അങ്ങയുടെ നാമം എന്നേക്കും മഹത്വപ്പെടുത്തട്ടെ. സർവശക്തനായ കർത്താവാണ് ഇസ്രായേലിൻ്റെ ദൈവമെന്ന് പ്രഘോഷിക്കപ്പെടട്ടെ. അങ്ങയുടെ ദാസനായ ദാവീദിൻ്റെ കുടുംബം അങ്ങയുടെ മുമ്പിൽ സുസ്ഥിരമാകട്ടെ. സർവശക്തനായ കർത്താവെ, ഇസ്രായേലിൻ്റെ ദൈവമേ, ഞാൻ നിൻ്റെ വംശം ഉറപ്പിക്കുമെന്ന് പറഞ്ഞ് അങ്ങയുടെ ദാസന് ഇത് വെളിപ്പെടുത്തിയിരിക്കുന്നുവല്ലോ. അതുകൊണ്ട് അങ്ങയോട് ഇങ്ങനെ പ്രാർത്ഥിക്കാൻ ഈ ദാസൻ ധൈര്യപ്പെട്ടിരിക്കുന്നു. ദൈവമായ കർത്താവെ, അങ്ങ് തന്നെ ദൈവം, അങ്ങയുടെ വചന സത്യം. ഈ നല്ല കാര്യം അടിയനോട് അങ്ങ് വാഗ്ദാനം ചെയ്തിരിക്കുന്നുവല്ലോ. അടിയൻ്റെ കുടുംബം അങ്ങയുടെ മുൻപിൽ നിന്ന് ഒരിക്കലും മാറിപ്പോകാതിരിക്കേണ്ടതിന് അതിനെ അനുഗ്രഹിക്കാൻ തിരുവുള്ളമാകണമേ. ദൈവമായ കർത്താവെ, അങ്ങ് വാഗ്ദാനം ചെയ്തിരിക്കുന്നു. അവിടുത്തെ അനുഗ്രഹത്താൽ അടിയൻ്റെ കുടുംബം എന്നേക്കും അനുഗ്രഹീതമാകും. 1 ദിനവൃത്താന്ത പുസ്തകത്തിൽ നിന്ന് അധ്യായം 9. പ്രവാസത്തിൽ നിന്ന് തിരിച്ചെത്തിയവർ. ഇസ്രായേൽ ജനത്തിൻ്റെ പേരുകൾ വംശാവലി ക്രമത്തിൽ തയ്യാറാക്കി ഇസ്രായേൽ രാജാക്കന്മാരുടെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. അവിശ്വസ്തത നിമിത്തം യൂദ ബാബിലോണിലേക്ക് നാടുകടത്തപ്പെട്ടു. ഇസ്രായേല്യരും പുരോഹിതരും ലേവ്യരും ദേവാലയ ശുശ്രൂഷകരുമാണ് തങ്ങൾക്ക് അവകാശപ്പെട്ട നഗരങ്ങളിലേക്ക് ആദ്യം മടങ്ങി വന്നത്. യൂദ, ബെഞ്ചമിൻ, എഫ്രായിം, മനാസെ എന്നീ ഗോത്രങ്ങളിൽ നിന്ന് ജെറുസലേമിൽ പാർത്തവർ യൂദായുടെ മകനായ പേരസിൻ്റെ പുത്രന്മാരിൽ നിന്ന് ഉദായി ഹമ്മീദിൻ്റെ പുത്രൻ, അമ്മീഹൂദ് ഓമ്രിയുടെ പുത്രൻ, ഓമ്രി ഇമ്രിയുടെ പുത്രൻ, ഇമ്രി ബാനിയുടെയും പുത്രൻ, ഷേലായുടെ ആദ്യജാതൻ അസായുടെയും അവൻ്റെ പുത്രന്മാരും, സേരായുടെ പുത്രന്മാരിൽ നിന്ന് യവുവേലും ചാർച്ചക്കാരും, ആകെ 690 പേർ.
ബെഞ്ചമിൻ ഗോത്രത്തിൽ നിന്ന് ഹസേനുവായുടെ മകൻ ഹൊദാവിയായുടെ മകനായ മെഷുല്ലാമിൻ്റെ മകൾ സല്ലു, യെറോഹാമിൻ്റെ മകൻ ഇബ്നയ, മിക്രിയുടെ മകനായ ഉസിയുടെ മകൻ ഏല, ഇബ്നിയായുടെ മകനായ റവുവേലിൻ്റെ മകൻ ഷാഫാത്തിയായുടെ മകനായ ഷല്ലൂം. ആകെ 956 പേർ. ഇവർ കുടുംബത്തലവന്മാരായിരുന്നു. ജെറുസലേമിലെ പുരോഹിതരും ലേവ്യരും. പുരോഹിതന്മാർ യദായ, യഹോയാരിബ്, യാക്കീൻ. ദേവാലയത്തിലെ പ്രധാന സേവകനായ അസറിയ ഹിൽക്കിയായുടെ പുത്രൻ, ഹിൽക്കിയ മിഷുല്ലാമിൻ്റെ പുത്രൻ, അവൻ സാദോക്കിൻ്റെ പുത്രൻ, സാദോക്ക് മെറോയോത്തിൻ്റെ പുത്രൻ, അവൻ അഹീതൂബിൻ്റെ പുത്രൻ, മൽക്കിയായുടെ മകൻ പാഷൂറിൻ്റെ മകൻ യഹോറാമിൻ്റെ മകൻ അദയ, ഇമ്മറിൻ്റെ മകൻ മെഷില്ലേമെത്തിൻ്റെ മകനായ മെഷുല്ലാമിൻ്റെ മകൻ യഹ്സേറായുടെ മകനായ അബിയേലിൻ്റെ മകൻ മാസായി. കുടുംബത്തലവന്മാരായ പുരോഹിതന്മാർ. ചാർച്ചക്കാർക്ക് പുറമെ ആകെ 1760 പേർ. അവർ ദേവാലയ ശുശ്രൂഷയിൽ പ്രഗത്ഭരായിരുന്നു. ലേവ്യരിൽ നിന്ന് മെറാറി മക്കളിൽ ഹഷാബിയായുടെ മകൻ അസ്രിക്കാമിൻ്റെ മകനായ ഹഷൂബിൻ്റെ മകൻ ഷെമയ, ബക്ബാക്കർ, ഹേരഷ്, ഗലാൽ, ആസാഫിൻ്റെ മകൻ സിക്രിയുടെ മകനായ മീഖായുടെ മകൻ മത്താനിയ, യദൂദൂനിൻ്റെ മകൻ ഗലാലിൻ്റെ മകനായ ഷെമായിയുടെ മകൻ ഒബാദിയ, നെത്തോഫാത്യരുടെ ഗ്രാമങ്ങളിൽ പാർത്തിരുന്ന എൽക്കാനയുടെ മകനായ ആസായുടെ മകൻ ബറേക്കിയ, ഷല്ലൂം, അക്കൂബ്, തൽമോൻ, അഹിമാൻ എന്നിവരും അവരുടെ ചാർച്ചക്കാരും വാതിൽ കാവൽക്കാരായിരുന്നു. ഷല്ലൂമായിരുന്നു പ്രമുഖൻ. അവർ രാജാവിൻ്റെ കിഴക്കേ കവാടത്തിൽ ഇന്നും കാവൽ നിൽക്കുന്നു. ലേവ്യരുടെ പാളയത്തിലെ വാതിൽ കാവൽക്കാർ ഇവരായിരുന്നു. കോറഹിൻ്റെ മകൻ എബിയാസാഫിൻ്റെ മകനായ കോറയുടെ മകൻ ഷല്ലൂമും ചാർച്ചക്കാരായ കൊറാഹ്യരും തങ്ങളുടെ പിതാക്കന്മാരെ പോലെ കൂടാരവാതിലിൻ്റെ കാവൽക്കാരും ശുശ്രൂഷയുടെ മേൽനോട്ടക്കാരുമായിരുന്നു. എലിയാസറിൻ്റെ മകനായ ഫിനേഹാസ് ആയിരുന്നു പണ്ട് അവരുടെ അധിപൻ. കർത്താവ് അവനോടുകൂടെ ഉണ്ടായിരുന്നു. മെഷേലിയമിയയുടെ മകൻ സക്രിയ ആയിരുന്നു സമാഗമ കൂടാരവാതിലിൻ്റെ കാവൽക്കാരൻ. വാതിൽ കാവൽക്കാരായി നിയോഗിക്കപ്പെട്ടവർ ആകെ 212 പേർ. അവരുടെ പേരുകൾ വംശാവലി ക്രമത്തിൽ അവരുടെ ഗ്രാമങ്ങളിൽ സൂക്ഷിച്ചിട്ടുണ്ട്. ദാവീദും ദീർഘദർശിയായ സാമൂലുമാണ് അവരെ നിയമിച്ചത്. അങ്ങനെ അവരും പുത്രന്മാരും ദേവാലയത്തിൻ്റെ കർത്താവിൻ്റെ കൂടാരത്തിൻ്റെ വാതിൽ കാവൽക്കാരായി. 4 വശത്തും കിഴക്കും പടിഞ്ഞാറും വടക്കും തെക്കും കാവൽക്കാരുണ്ടായിരുന്നു. ഗ്രാമങ്ങളിൽ താമസിച്ചിരുന്ന അവരുടെ ചാർച്ചക്കാർ തവണ വച്ച് 7 ദിവസം വീതം അവരെ ശുശ്രൂഷയിൽ സഹായിച്ചു. വാതിൽ കാവൽക്കാരുടെ നായകന്മാരായ 4 ലേവ്യരും ദേവാലയത്തിലെ അറകളുടെയും നിക്ഷേപങ്ങളുടെയും സൂക്ഷിപ്പുകാരുമായിരുന്നു. കാവൽ നിൽക്കുന്നതും പ്രഭാതത്തിൽ വാതിൽ തുറക്കുന്നതും അവരുടെ കടമയായിരുന്നതിനാൽ അവർ ദേവാലയത്തിന് ചുറ്റും പാർത്തുവന്നു. ഇവരിൽ ചിലർ ശുശ്രൂഷയ്ക്കായുള്ള ഉപകരണങ്ങളുടെ സൂക്ഷിപ്പുകാരായിരുന്നു. അവ പുറത്തു കൊണ്ടുപോവുകയും അകത്ത് കൊണ്ടുവരികയും ചെയ്യുമ്പോൾ എണ്ണിത്തിട്ടപ്പെടുത്തേണ്ടിയിരുന്നു. മറ്റു ചിലർ വിശുദ്ധ സ്ഥലത്തെ സജ്ജീകരണങ്ങളുടെയും വിശുദ്ധ പാത്രങ്ങളുടെയും മേൽനോട്ടം വഹിച്ചു. മാവ്, വീഞ്ഞ്, എണ്ണ, കുന്തിരിക്കം, മറ്റ് സുഗന്ധദ്രവ്യങ്ങൾ എന്നിവയുടെ മേൽനോട്ടവും അവർക്കുണ്ടായിരുന്നു. പുരോഹിതന്മാരാണ് സുഗന്ധദ്രവ്യക്കൂട്ട് ഒരുക്കിയിരുന്നത്. കാഴ്ചയ്ക്കുള്ള അടയുടെ ചുമതല കോറഹ് വംശജനായ ഷല്ലൂമിൻ്റെ ആദ്യജാതനും ലേവ്യനുമായ മത്താത്തിയായിക്കായിരുന്നു. അവരുടെ ചാർച്ചക്കാരും കൊഹാത്യരുമായ ചിലർക്കായിരുന്നു സാബത്ത് തോറും പുതിയ തിരുസാന്നിധ്യപ്പം തയ്യാറാക്കുന്ന ചുമതല. ഗാനശുശ്രൂഷയുടെ ചുമതല വഹിച്ചിരുന്ന ലേവ്യ കുടുംബത്തിലെ തലവന്മാർ രാവും പകലും ശുശ്രൂഷ ചെയ്യേണ്ടിയിരുന്നതുകൊണ്ട് ദേവാലയത്തോടനുബന്ധിച്ചുള്ള മുറികളിൽ പാർത്തു. അവർക്ക് ചുറ്റുമതിലുകൾ ഉണ്ടായിരുന്നില്ല. ഇവരെല്ലാവരും ലേവി ഗോത്രത്തിലെ കുലത്തലവന്മാരാണ്. അവർ ജെറുസലേമിൽ പാർത്തുവന്നു. സാവോളിൻ്റെ പിതൃപുത്രപരമ്പര. ഗിബയോൻ്റെ പിതാവായ ജയിയേൽ ഗിബയോനിൽ പാർത്തു. അവൻ്റെ ഭാര്യ മാക്ക, ആദിജാതൻ അബ്ദോൻ. മറ്റു പുത്രന്മാർ സൂർ, കിഷ്, ബാൽ, നേർ, നാദാബ്, ഗദോർ, അഹിയോ, സക്കറിയ, മിക്ലോത്ത്. മിക്ലോത്തിൻ്റെ മകൻ ഷിമയ. ഇവർ ജെറുസലേമിൽ തങ്ങളുടെ ചാർച്ചക്കാരോടൊത്ത് പാർത്തുവന്നു. നേറിൻ്റെ മകൻ കിഷ്, കിഷിൻ്റെ മകൻ സാവോൾ. സാവോളിൻ്റെ പുത്രന്മാർ ജോനാഥൻ, മൽക്കിഷുവ, അബിനാദാബ്, എഷ്ബാൽ. ജോനാഥൻ്റെ പുത്രൻ മെരീബാൽ, മെരീബാലിൻ്റെ പുത്രൻ മീഖ. മീഖയുടെ പുത്രന്മാർ പിത്തോൻ, മേലക്, തഹ്റയ, ആഹാസ്. ആഹാസിൻ്റെ പുത്രൻ യാറ. യാറയുടെ പുത്രന്മാർ അലേമെത്ത്, അസ്മാവത്ത്, സിമ്രി. സിമ്രിയുടെ മകൻ മോസ.
മോശയുടെ പുത്രന്മാർ തലമുറക്രമത്തിൽ ബിനയ, റഫയ, എലയാസ, ആസേൽ. ആസേലിന് അസ്രിക്കാം, ബോക്കേരു, ഇഷ്മായേൽ, ഷെയാറിയ, ഒബാദിയ, ഹാനാൻ എന്നീ 6 പുത്രന്മാരുണ്ടായിരുന്നു. സങ്കീർത്തനങ്ങൾ 89. ദാവീദിനോട് ചെയ്ത ഉടമ്പടി അനുസ്മരിക്കണമേ. കർത്താവേ, ഞാൻ എന്നും അങ്ങയുടെ കാരുണ്യം പ്രകീർത്തിക്കും. എൻ്റെ അധരങ്ങൾ തലമുറകളോട് അങ്ങയുടെ വിശ്വസ്തത പ്രഘോഷിക്കും. എന്തെന്നാൽ അങ്ങയുടെ കൃപ എന്നേക്ക് നിലനിൽക്കുന്നു. അങ്ങയുടെ വിശ്വസ്തത ആകാശം പോലെ സുസ്ഥിരമാണ്. അവിടുന്ന് അരുളി ചെയ്തു, എൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവനുമായി ഞാനൊരു ഉടമ്പടി ഉണ്ടാക്കി. എൻ്റെ ദാസനായ ദാവീദിനോട് ഞാൻ ശപഥം ചെയ്തു. നിന്റെ സന്തതിയെ എന്നേക്കുമായി ഞാൻ ഉറപ്പിക്കും. നിന്റെ സിംഹാസനം തലമുറകളോളം ഞാൻ നിലനിർത്തും. കർത്താവേ, ആകാശം അങ്ങയുടെ അത്ഭുതങ്ങളെ സ്തുതിക്കട്ടെ. നീതിമാന്മാരുടെ സമൂഹത്തിൽ അങ്ങയുടെ വിശ്വസ്തത പ്രകീർത്തിക്കട്ടെ. കർത്താവിന് സമനായി സ്വർഗത്തിൽ ആരുണ്ട്? കർത്താവിനോട് സദൃശനായി സ്വർഗവാസികളിൽ ആരുണ്ട്? വിശുദ്ധരുടെ സമൂഹം അവിടുത്തെ ഭയപ്പെടുന്നു. ചുറ്റും നിൽക്കുന്നവരേക്കാൾ അവിടുന്ന് ഉന്നതനും ഭീതിതനുമാണ്. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവെ, വിശ്വസ്തത ധരിച്ചിരിക്കുന്ന അങ്ങയെപ്പോലെ ബലവാനായി ആരുണ്ട്? അങ്ങ് ഇളകിമറിയുന്ന കടലിനെ ഭരിക്കുന്നു. തിരമാലകൾ ഉയരുമ്പോൾ അങ്ങ് അവയെ ശാന്തമാക്കുന്നു. അങ്ങ് റാഹാബിനെ ശവശരീരമെന്ന പോലെ തകർത്തു. കരുത്തുറ്റ കരം കൊണ്ട് അങ്ങ് ശത്രുക്കളെ ചിതറിച്ചു. ആകാശം അങ്ങയുടേതാണ്, ഭൂമിയും അങ്ങയുടേത് തന്നെ. ലോകവും അതിലുള്ള സകലതും അങ്ങാണ് സ്ഥാപിച്ചത്. ദക്ഷിണേത്തര ദിക്കുകളെ അങ്ങ് സൃഷ്ടിച്ചു. താബോറും ഹെർമോനും അങ്ങയുടെ നാമത്തെ ആഹ്ലാദത്തോടെ പുകഴ്ത്തുന്നു. അങ്ങയുടെ ഭുജം ശക്തിയുള്ളതാണ്, അങ്ങയുടെ കരം കരുത്തുറ്റതാണ്. അങ്ങ് വലത്ത് കൈ ഉയർത്തിയിരിക്കുന്നു. നീതിയിലും ന്യായത്തിലും അങ്ങ് സിംഹാസനം ഉറപ്പിച്ചിരിക്കുന്നു. കാരുണ്യവും വിശ്വസ്തതയും അങ്ങയുടെ മുൻപേ നീങ്ങുന്നു. ഉത്സവഘോഷത്താൽ അങ്ങയെ സ്തുതിക്കുന്നവർ ഭാഗ്യവാന്മാർ. കർത്താവെ, അവർ അങ്ങയുടെ മുഖത്തിൻ്റെ പ്രകാശത്തിൽ നടക്കുന്നു. അവർ നിത്യം അങ്ങയുടെ നാമത്തിൽ ആനന്ദിക്കുന്നു. അങ്ങയുടെ നീതിയെ പുകഴ്ത്തുന്നു. അങ്ങാണ് അവരുടെ ശക്തിയും മഹത്വവും. അങ്ങയുടെ പ്രസാദം കൊണ്ടാണ് ഞങ്ങളുടെ കൊമ്പ് ഉയർന്നു നിൽക്കുന്നത്. കർത്താവാണ് ഞങ്ങളുടെ പരിച. ഇസ്രായേലിൻ്റെ പരിശുദ്ധനാണ് ഞങ്ങളുടെ രാജാവ്. പണ്ട് ഒരു ദർശനത്തിൽ അവിടുന്ന് തൻ്റെ വിശ്വസ്തനോട് അരുളി ചെയ്തു, ശക്തനായ ഒരുവനെ ഞാൻ കിരീടമണിയിച്ചു. ഒരുവനെ ഞാൻ ജനത്തിൽ നിന്ന് തെരഞ്ഞെടുത്തുയർത്തി. ഞാൻ എൻ്റെ ദാസനായ ദാവീദിനെ കണ്ടെത്തി. വിശുദ്ധ തൈലം കൊണ്ട് ഞാൻ അവനെ അഭിഷേകം ചെയ്തു. എൻ്റെ കൈ എന്നും അവനോടൊത്തുണ്ടായിരിക്കും. എൻ്റെ ഭുജം അവന് ശക്തി നൽകും. ശത്രു അവനെ തോൽപ്പിക്കുകയില്ല. ദുഷ്ടൻ അവൻ്റെ മേൽ പ്രാബല്യം നേടുകയില്ല. അവൻ്റെ ശത്രുവിനെ അവൻ്റെ മുൻപിൽ വച്ച് തന്നെ ഞാൻ തകർക്കും. അവൻ്റെ വൈരികളെ ഞാൻ നിലം പതിപ്പിക്കും. എൻ്റെ വിശ്വസ്തതയും കാരുണ്യവും അവനോടുകൂടെ ഉണ്ടായിരിക്കും. എൻ്റെ നാമത്തിൽ അവൻ ശിരസ്സുയർത്തി നിൽക്കും. ഞാൻ അവൻ്റെ അധികാരം സമുദ്രത്തിന്മേലും അവൻ്റെ ആധിപത്യം നദികളുടെ മേലും വ്യാപിപ്പിക്കും. അവൻ എന്നോട്, എൻ്റെ പിതാവും എൻ്റെ ദൈവവും എൻ്റെ രക്ഷാശിലയും അവിടുന്നാണ് എന്ന് ഉച്ചത്തിൽ ഉദ്ഘോഷിക്കും. ഞാൻ അവനെ എൻ്റെ ആദ്യജാതനും ഭൂമിയിലെ രാജാക്കന്മാരിൽ അത്യുന്നതനുമാക്കും. എൻ്റെ കരുണ എപ്പോഴും അവൻ്റെ മേലുണ്ടായിരിക്കും. അവനോടുള്ള എൻ്റെ ഉടമ്പടി അചഞ്ചലമായി നിലനിൽക്കും. ഞാൻ അവൻ്റെ വംശത്തെ ശാശ്വതമാക്കും. അവൻ്റെ സിംഹാസനം ആകാശമുള്ളിടത്തോളം കാലം നിലനിൽക്കും. അവൻ്റെ സന്തതി എൻ്റെ നിയമം ഉപേക്ഷിക്കുകയും എൻ്റെ വിധികൾ അനുസരിക്കാതിരിക്കുകയും എൻ്റെ ചട്ടങ്ങൾ ലംഘിക്കുകയും എൻ്റെ കൽപ്പനകൾ പാലിക്കാതിരിക്കുകയും ചെയ്താൽ ഞാൻ അവരുടെ ലംഘനത്തെ ദണ്ഡുകൊണ്ടും അവരുടെ അകൃത്യങ്ങളെ ചമ്മട്ടി കൊണ്ടും ശിക്ഷിക്കും. എന്നാലും ഞാൻ എൻ്റെ കാരുണ്യം അവനിൽ നിന്ന് പിൻവലിക്കുകയില്ല. എൻ്റെ വിശ്വസ്തതയ്ക്ക് ഭംഗം വരുത്തുകയില്ല. ഞാൻ എൻ്റെ ഉടമ്പടി ലംഘിക്കുകയില്ല. ഞാൻ ഉച്ചരിച്ച വാക്കിന് വ്യത്യാസം വരുത്തുകയില്ല. ഞാൻ എന്നേക്കുമായി എൻ്റെ പരിശുദ്ധിയെക്കൊണ്ട് ശപഥം ചെയ്തു. ദാവീദിനെ കൊണ്ട് ഞാൻ വ്യാജം പറയുകയില്ല. അവൻ്റെ വംശം ശാശ്വതമായും അവൻ്റെ സിംഹാസനം സൂര്യനുള്ള കാലത്തോളം എൻ്റെ മുൻപിൽ നിലനിൽക്കും. അത് ചന്ദ്രനെ പോലെ എന്നേക്കും നിലനിൽക്കും. ആകാശമുള്ളിടത്തോളം കാലം അത് അചഞ്ചലമായിരിക്കും. എന്നാൽ അങ്ങ് അവനെ പരിത്യജിച്ചു കളഞ്ഞു. അങ്ങയുടെ അഭിഷിക്തൻ്റെ നേരെ അങ്ങ് ക്രുദ്ധനായിരിക്കുന്നു. അങ്ങയുടെ ദാസനോട് ചെയ്ത ഉടമ്പടി അങ്ങ് ഉപേക്ഷിച്ചു കളഞ്ഞു. അവിടുന്ന് അവൻ്റെ കിരീടത്തെ നിലത്തെറിഞ്ഞു മലിനമാക്കി. അവിടുന്ന് അവൻ്റെ മതിലുകൾ തകർത്തു. അവൻ്റെ ദുർഗങ്ങൾ ഇടിച്ചു നിരത്തി.
വഴിപോക്കർ അവനെ കൊള്ളയടിക്കുന്നു. അവൻ അയൽക്കാർക്ക് പരിഹാസപാത്രമായി. അങ്ങ് അവൻ്റെ വൈരികളുടെ വലത്ത് കൈ ഉയർത്തി അവൻ്റെ സകല ശത്രുക്കളെയും സന്തോഷിപ്പിച്ചു. അവൻ്റെ വാളിൻ്റെ വായ്ത്തലമടക്കി യുദ്ധത്തിൽ ചെറുത്തു നിൽക്കാൻ അവന് കഴിവില്ലാതാക്കി. അവിടുന്ന് അവൻ്റെ കയ്യിൽ നിന്ന് ചെങ്കോലെടുത്തു മാറ്റി അവൻ്റെ സിംഹാസനത്തെ മണ്ണിൽ മറിച്ചിട്ടു. അവൻ്റെ യൗവനത്തിൻ്റെ നാളുകൾ അവിടുന്ന് വെട്ടിച്ചുരുക്കി. അവിടുന്ന് അവനെ അപമാനം കൊണ്ട് പൊതിഞ്ഞു. കർത്താവേ, ഇതെത്ര നാളത്തേക്ക്? അങ്ങ് എന്നേക്ക് മറഞ്ഞിരിക്കുമോ? അങ്ങയുടെ ക്രോധം എത്ര കാലം അഗ്നി പോലെ ജ്വലിക്കും? കർത്താവേ, എത്ര ഹ്രസ്വമാണ് ആയുസ്സെന്നും എത്ര വ്യർത്ഥമാണ് അങ്ങ് സൃഷ്ടിച്ച മർത്യ ജീവിതമെന്നും ഓർക്കണമേ. മരണം കാണാതെ ജീവിക്കാൻ കഴിയുന്ന മനുഷ്യനുണ്ടോ? ജീവനെ പാതാളത്തിൻ്റെ പിടിയിൽ നിന്ന് വിടുവിക്കാൻ ആർക്ക് കഴിയും? കർത്താവേ, അങ്ങയുടെ പൂർവ്വ സ്നേഹം എവിടെ? വിശ്വസ്തനായ അങ്ങ് ദാവീദിനോട് ചെയ്ത ശപഥം എവിടെ? കർത്താവേ, അങ്ങയുടെ ദാസൻ എത്ര നിന്ദിക്കപ്പെടുന്നുവെന്ന് ഓർക്കണമേ. ജനതകളുടെ പരിഹാസശരം ഞാൻ നെഞ്ചിലേൽക്കുന്നു. കർത്താവേ, അങ്ങയുടെ ശത്രുക്കൾ അവനെ നിന്ദിക്കുന്നു. അങ്ങയുടെ അഭിഷിക്തൻ്റെ പിൻഗാമികളെ അവർ പരിഹസിക്കുന്നു. കർത്താവ് എന്നേക്കും വാഴ്ത്തപ്പെടട്ടെ. ആമേൻ, ആമേൻ.